എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് വലിയൊരു സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് സിമ്പിൾ ആയിട്ടുള്ള ഒരു ഹെയർ കെയർ മെത്തേഡ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. ഈ ഒരു വേനൽക്കാലത്ത് നമ്മുടെ തല തണുപ്പിക്കാനും മുടിയുടെ ഡ്രൈനെസ് മാറ്റാനും മുടി കൊഴിച്ചിൽ കുറയ്ക്കാനും പറ്റുന്ന നല്ലൊരു ഹെയർ കെയർ. അപ്പോൾ ഞാൻ എന്ത് ഹെയർ കെയർ ചെയ്യുകയാണെങ്കിലും ആദ്യമായിട്ട് ചെയ്യുന്നത് മുടിയിലെ ജടയൊക്കെ കളഞ്ഞ് വൃത്തിയായിട്ട് ചീന്തി എടുക്കുകയാണ്. അപ്പോൾ നമുക്ക് അത് ആദ്യം ചെയ്യാം. നമ്മൾ മുടിയുടെ ജട കളയുമ്പോൾ ഇതേപോലെ രണ്ട് ഭാഗത്തേക്ക് മുടിയിട്ടിട്ട് മുടിയുടെ തുമ്പിൽ നിന്നും ആദ്യം കെട്ട് കളഞ്ഞു തുടങ്ങണം. ചെറിയ ചെറിയ ഭാഗങ്ങളാക്കി പിന്നീട് പതിയെ പതിയെ കെട്ട് കളഞ്ഞെടുക്കാം. എന്നാൽ സിമ്പിളായിട്ട് നമുക്ക് മുടിയിലെ ജട കളഞ്ഞെടുക്കാൻ പറ്റും. അപ്പം നമ്മുടെ മുടി കെട്ട് കളയലൊക്കെ കഴിഞ്ഞു. ഇനി നമുക്ക് എണ്ണ തേക്കാം. ഞാൻ ഉപയോഗിക്കുന്നത് എൻ്റെ തന്നെ ഹെയർ ഓയിലാണ് കേട്ടോ. അപ്പം നിങ്ങളിൽ പലരും ഉപയോഗിക്കുന്നുണ്ട്. നമ്മുടെ ഹെയർ ഓയിൽ വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് തന്നെ തേച്ചെടുക്കാനും പെട്ടെന്ന് തന്നെ മുടിയിലേക്ക് അബ്സോർവ് ആവും ചെയ്യും കേട്ടോ. വളരെ കുറച്ച് മതി. അപ്പം ഞാനൊരു 3-4 ഡ്രോപ്പ് എടുത്തിട്ട് കയ്യിലിട്ട് ഇതേപോലെ നന്നായിട്ടൊന്ന് ഇങ്ങനെ ചൂടാക്കി കൊടുക്കും. എന്നിട്ട് നമ്മുടെ തലയുടെ കൂട്ടിൽ പതിയെ തേച്ച് കൊടുക്കും. നമ്മുടെ ഹെയർ ഓയിൽ കുറേശ്ശെ കുറേശ്ശെ എടുത്തിട്ട് ഇതേപോലെ തന്നെ അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. തലയുടെ കൂട്ടിലാണെങ്കിലും മുടിയുടെ തുമ്പത്താണെങ്കിലും ഒക്കെ അങ്ങനെ ചെയ്താൽ മതി. അപ്പോൾ നമ്മൾ തലയിൽ എണ്ണയൊക്കെ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് തലയിൽ തേക്കാനുള്ള സാധനം ഉണ്ടാക്കിയെടുക്കാം. നമുക്ക് ആദ്യം വേണ്ടത് ചെമ്പരത്തിയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ആവശ്യത്തിനുള്ള ചെമ്പരത്തി പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ 2 തട്ടുള്ളതായാലും കുഴപ്പമില്ല, ഇങ്ങനെ ഒറ്റത്തട്ടുള്ളതായാലും കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ നമുക്കിനി വേണ്ടത് അലോവേരയാണ്. അടുത്ത് നമുക്ക് അലോവേര മുറിക്കാൻ പോവാം കേട്ടോ. നമ്മുടെ വീടിൻ്റെ പിന്നാമ്പുറത്ത് തന്നെ ചട്ടിയിൽ ഇതേപോലെ നിറയെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് വലിയ തണ്ട് നോക്കിയിട്ട് ഒരു 3 ഞാൻ മുറിക്കുകയാണ്. നല്ല വെയിലായതുകൊണ്ട് തന്നെ നമ്മുടെ മുടിക്കും തലയോടിനൊക്കെ ഒരു ജീവൻ നൽകാൻ ഏറ്റവും നല്ലൊരു സാധനമാണ് നമ്മുടെ ഈ ഒരു അലോവേര. അപ്പോൾ ഉലുവ ഉപയോഗിക്കാൻ പറ്റാത്ത ആളുകൾക്കൊക്കെ, അതിൻ്റെ മണമൊന്നും ഇഷ്ടമില്ലാത്ത ആളുകൾക്കൊക്കെ അലോവേര ചൂസ് ചെയ്യാം കേട്ടോ. നമ്മുടെ മുടിക്ക് നല്ല തിളക്കം നൽകാനും ഈർപ്പം നൽകാനൊക്കെ, അതായത് പൊട്ടിപ്പോകുന്നതൊക്കെ തടയാൻ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഇതാ ഞാനൊരു 3 തണ്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. താരൻ പോവാനും മുടി കൊഴിച്ചിലിനും ബെസ്റ്റാണ് കേട്ടോ ഈ ഒരു സാധനം. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യാനുസരണം എടുക്കാം കേട്ടോ. അപ്പോൾ അതിൻ്റെ വാലും താലയും അതിൻ്റെ സൈഡൊക്കെ ചെത്തിയിട്ട് കുറച്ച് നേരം വെള്ളത്തിൽ ഒരു 10 മിനിറ്റ് വെള്ളത്തിലിട്ട് വെച്ചിട്ട് അതിൻ്റെ മഞ്ഞക്കറൊക്കെ കളഞ്ഞിട്ട് നന്നായി കഴുകി വൃത്തിയാക്കി എടുത്തിട്ട് ഇതേപോലെ സ്പൂൺ കൊണ്ട് അതിൻ്റെ തൊലി വലിച്ചെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് സിമ്പിളായിട്ട് അതിൻ്റെ ജെല്ലെടുക്കാൻ പറ്റും കേട്ടോ. ഇത് വളരെ എളുപ്പമുള്ള ഒരു രീതിയാണ്. പിന്നെ വേറൊരു രീതിയും കൂടിയുണ്ട്. ചീർപ്പ് കൊണ്ട് ചീകിയിട്ട് അതിൻ്റെ ജെല്ല് മാത്രം എടുക്കുന്നത്. അതും നമ്മുടെ ചാനലിൽ ആണ് ആദ്യമായിട്ട് കാണിച്ചിട്ടുള്ള ആ ഒരു ടെക്നിക്ക്. ഈ ഒരു ടെക്നിക്കും അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഇതാ ഞാൻ അതിൻ്റെ ജെല്ലൊക്കെ ഇതേപോലെ എടുക്കുകയാണ്. ചിലപ്പോൾ അത് പൊട്ടിപ്പോരും, അത് കാര്യമാക്കണ്ട. ആ ഒരു പൊട്ടിപ്പോകുന്ന കഷ്ണം എടുത്തിട്ട് വീണ്ടും അതിൻ്റെ ജെല്ലെടുത്തിട്ട് നിങ്ങൾ ഉപയോഗിച്ചാൽ മതി. ഇനി നമുക്കിത് മിക്സിയിലിട്ടിട്ടൊന്ന് നന്നായി അടിക്കണം. അപ്പോൾ ഇതിൻ്റെ കൂടെ നമ്മുടെ ചെമ്പരത്തി പൂവില്ലേ, നമ്മൾ പൊട്ടിച്ചെടുത്തിട്ടുള്ള ചെമ്പരത്തി പൂവ്, അതും കൂടി ഇട്ടിട്ട് മിക്സിയിൽ നന്നായിട്ടൊന്ന് അരച്ചെടുത്ത് കഴിഞ്ഞാൽ നല്ലൊരു സ്മൂത്ത് ആയിട്ടുള്ള ഒരു കൺസിസ്റ്റൻസിയിൽ കിട്ടും കേട്ടോ. ഒരുപാട് കട്ടിയല്ല, ഒരുപാട് വെള്ളമല്ലാത്തൊരു കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് ഈ ഒരു മിശ്രിതം കിട്ടുക കേട്ടോ. അപ്പോൾ രണ്ടും കൂടിയിട്ട് മിക്സിയിലിട്ടിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അരച്ചെടുത്ത് കഴിഞ്ഞാൽ നമുക്കത് പിന്നീട് അരിച്ചെടുക്കാം. മനസ്സിലായില്ലേ? അത് നിങ്ങൾക്ക് നല്ല ഷിഫോൻ്റെ തുണിയൊക്കെ ഉണ്ടെങ്കിൽ, ഷാളിൻ്റെ കഷ്ണോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതിൽ ഉപയോഗിക്കുക, പിഴിഞ്ഞെടുക്കാവും നല്ലത്. തോർത്തുമുണ്ടിൽ പിഴിഞ്ഞെടുത്ത് നമുക്ക് ഇത്ര നീറ്റായിട്ട് കിട്ടില്ല. ചിലപ്പോൾ അതിൻ്റെ വേസ്റ്റൊക്കെ പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ മുടിയിൽ അത് മുടി കഴുകിക്കളഞ്ഞ് മുടി ഉണക്കി കഴിയുമ്പോൾ ചിലപ്പോൾ ഇങ്ങനെ പറ്റി പിടിച്ചിരിക്കും. അത് പിന്നെ മുടി ചീകുമ്പോൾ നമുക്ക് വളരെയധികം ബുദ്ധിമുട്ടായിട്ട് വരും. അപ്പം അതുകൊണ്ട് ഇതേപോലുള്ള ഷിഫോൻ്റെ തുണിയിൽ പിഴിഞ്ഞെടുക്കുകയാണ് ഏറ്റവും നല്ലത് കേട്ടോ. അപ്പം ഞാനിവിടെ പിഴിഞ്ഞെടുക്കാറുള്ളത് ഇങ്ങനത്തെ ഷിഫോൻ്റെ തുണിയിലാണ്. അപ്പോൾ ഇതേപോലെ പിഴിഞ്ഞെടുത്തിട്ട് നമ്മൾ വേറൊരു പാത്രത്തിലോട്ട് മാറ്റിയിട്ട് തലയിൽ പതിയെ തേച്ച് പിടിപ്പിച്ച് കൊടുത്താൽ മതി. അപ്പോൾ തേച്ച് പിടിപ്പിച്ച് കൊടുക്കുന്നതിന് മുന്നേ നമ്മൾ മുടിയിൽ ജടയൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി വെച്ചിട്ട് എണ്ണയൊക്കെ തൊട്ട് പുരട്ടിയിട്ടുള്ളതല്ലേ. അപ്പോൾ ഈ എണ്ണയൊക്കെ നമ്മുടെ മുടിയിലും അതേപോലെ തന്നെ തലയോട്ടിലൊക്കെ നന്നായി പിടിച്ചിട്ടുണ്ടാവും. നമ്മൾ ഈ സാധനങ്ങളൊക്കെ ഉണ്ടാക്കി വരുമ്പോഴേക്കും നമ്മളത് തേക്കാനുള്ള സമയമായിട്ടുണ്ടാവും. എണ്ണ തേച്ചിട്ടൊരു 10-15 മിനിറ്റ് ആയിട്ടുണ്ടാവും. അപ്പോൾ നമുക്കത് പതിയെ നമ്മുടെ കൈവിരൽ കൊണ്ട് പതിയെ തേച്ച് കൊടുക്കാം കേട്ടോ. ഭയങ്കര റഫായിട്ട് അമർത്തിയിട്ടൊന്നും നിങ്ങൾ തേച്ച് കൊടുക്കരുത് കേട്ടോ. പതിയെ തേച്ച് കൊടുത്താൽ മതി. നമ്മുടെ തലയുടെ ഓട്ടിലും അതേപോലെ തന്നെ മുടിയിലൊക്കെ നന്നായി തേച്ച് പിടിപ്പിച്ച് കൊടുക്കുക. ഒരു 10-20 മിനിറ്റ് കഴിഞ്ഞ് നോർമൽ പച്ചവെള്ളത്തിൽ നിങ്ങൾക്ക് വാഷ് ചെയ്ത് കളയാം കേട്ടോ. ഇപ്പോൾ ഷാമ്പൂ ഇടുന്ന ദിവസവും ചെയ്യാം,
തല നനയ്ക്കുന്ന ദിവസങ്ങളിലെല്ലാം ചെയ്യാം. ഇതേപോലെ എണ്ണ തൊട്ട് പുരട്ടി കൊടുത്തിട്ട് വേണം നിങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മൾ കുളി കഴിഞ്ഞിട്ടുള്ള നമ്മുടെ മുടിയുടെ ആരോഗ്യത്തിനും ആ സോഫ്റ്റും മൃദുത്വമൊക്കെ നിലനിർത്താനും തിളക്കമൊക്കെ നിലനിർത്താനും ഒരുപാട് സഹായിക്കുന്ന ഒരു ഹെയർ കെയർ മെത്തേഡാണ് ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുള്ളത്. കൂടാതെ നമ്മുടെ തലയുടെ കൂട്ടിലെ ഡെഡ് സെല്ല് കളയാനും മുടി കൊഴിച്ചിൽ മാറ്റാനും ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അതേപോലെ തന്നെ നമ്മുടെ മുടിയുടെ വേരുകളെ നന്നായിട്ട് ബലപ്പെടുത്താനും ഹെൽപ്പ് ചെയ്യുന്ന നല്ലൊരു ഹെയർ കെയർ മെത്തേഡാണ്. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കി നോക്കൂ കേട്ടോ. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടാവും. കുട്ടികൾക്ക് വരെ യൂസ് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു സാധനമാണ്. ഇപ്പോൾ എന്തായാലും വെക്കേഷനൊക്കെ അല്ലേ. അപ്പോൾ ഹെയർ കെയർ ഒക്കെ ചെയ്യാൻ അമ്മമാർക്കും സമയമുണ്ടാവും, കുട്ടികൾക്കും സമയമുണ്ടാവും. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കി നോക്ക്. അപ്പോൾ വേനൽക്കാലം ആയതുകൊണ്ട് ആരും വിഷമിക്കൊന്നും വേണ്ട. നമ്മുടെ തലയും മുടിയൊക്കെ നല്ല സിൽക്കി ആയിട്ട് നമുക്ക് തിളക്കത്തോടെ മെയിൻറ്റെയിൻ ചെയ്യാൻ ഒരുപാട് നാച്ചുറൽ ആയിട്ടുള്ള ടിപ്സുകൾ നമ്മുടെ കണ്ണിലും ഉണ്ട്, നമ്മുടെ കൈകളിലും ഉണ്ട്. അപ്പോൾ എല്ലാവരും അതൊക്കെ ചെയ്യുക. അപ്പോൾ ഇതേപോലെയുള്ള നല്ല നല്ല ടിപ്സുകളായിട്ട് ഞാൻ ഇനിയും വരാം. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ. സീ യു. അടുത്ത വീഡിയോയിൽ കാണാം.